നെല്ലൂർ നെല്ലിപ്പള്ളി സ്കൂളിന് മുന്നിലെ ചുമർ ചിത്രങ്ങൾ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. ഇതുവഴി കടന്നു പോകുന്ന ആളുകൾ പ്രായവ്യത്യാസമില്ലാതെ ഈ ചിത്രങ്ങൾ കണ്ടാണ് മടങ്ങുന്നത്. മായാവിയും കുട്ടൂസനും ഉൾപ്പെടെ നിരവധി കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഈ ചുമരിൽ ജീവനോടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ സനോജ് എന്ന് പറയുന്ന കലാകാരനാണ്. അദ്ദേഹമാണ് ഈ ചിത്രങ്ങൾ വരച്ചത്. ഇടം കൈ കൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത്. എന്താ കഥ എന്താ ഏട്ടാ? ഇടത് കൈ വെച്ച് ഇപ്പോൾ 2009 തൊട്ടാണ് ഇടത് കൈ വെച്ച്. 2009 ബസ്സിൽ വരുമ്പോൾ ടിപ്പർ അടിച്ച് എൻ്റെ വലത് കൈ പോയി. വലത് കൈ വെച്ചായിരുന്നു എൻ്റെ വരയൊക്കെ മൊത്തം. കുഞ്ഞുനാൾ മുതൽ വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, കളം എഴുതുമായിരുന്നു, കൊത്തുപണി ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഭാഗവതപാരായണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 2009 ജോലി കഴിഞ്ഞ് വരുമ്പം ചടയമംഗലത്ത് ചടയമംഗലം റൂട്ടിൽ വെച്ച് ടിപ്പർ അടിച്ച് എൻ്റെ റൈറ്റ് ഹാൻഡ് അങ്ങ് പോയി. ടിപ്പർ ബസ്സിൽ വന്ന്, അതായത് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുമായിരുന്നു. ഞാൻ ടിപ്പറിൻ്റെ വാല് വന്നടിച്ച് കൈയറ്റ് കാലിനടുത്ത് വീണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പെണ്ണുങ്ങളെല്ലാം കൂടെ അയ്യോ ഒരു ചെറുക്കൻ്റെ കൈ പോയെന്ന് പറഞ്ഞ് നിലവിളിക്കുക. അപ്പോൾ ഞാനിങ്ങനെ പുറകോട്ട് നോക്കും, ആരുടെ കൈയാണ് പോയെന്ന്. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ച് ഉയരേ എന്നുള്ള പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുക. അപ്പം പുറയുന്ന ആൾക്കാർ എന്നെ നോക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ഇവിടോട്ട് നോക്കിയപ്പോൾ എൻ്റെ കൈയില്ല. നോക്കിയപ്പോൾ ഞാൻ സ്വപ്നം കാണുമെന്ന് പറഞ്ഞ് ഞാൻ തുടയിലേക്ക് ഒന്നുള്ളിട്ട് ഞാൻ വീണ്ടും നോക്കിയപ്പോൾ കൈയില്ല. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്ത് കൈയടപ്പുണ്ട്. അപ്പം കുറച്ച് നേരത്തിനൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നത്. അപ്പോൾ ഞാൻ കയ്യിലോട്ട് ഇങ്ങനെ നോക്കും, ഇവിടോട്ട് നോക്കും, ഇങ്ങനെ നോക്കും. പിന്നെ അതിന് പെട്ടെന്ന് എനിക്കൊരു ധൈര്യം വന്ന്, അറ്റ് കിടക്കുമല്ലേ കൈ കൊണ്ട് ജോയിൻറ്റ് ചെയ്യാമല്ലോ, വേറെ ചെതറിപ്പോയൊന്നും ഇല്ലല്ലോ. ആ ഒരു ധൈര്യമാണ് എന്നെ യഥാർത്ഥത്തിൽ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ പിന്നീടാണോ ഈ ഇടത്ത് കയ്യിൽ ഈ ചിത്രം വരെ ആരംഭിക്കുന്നത്? അതെ, അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൈ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അതിൻ്റെ അകത്തൊരു ബോൺ തെറിച്ചുപോയി. അങ്ങനെ പിറ്റേന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് ഞാൻ ചേട്ടച്ചാരോട് പറഞ്ഞു. എൻ്റെ ചേട്ടച്ചാർ ഹോസ്പിറ്റലിൽ ഞാൻ ചേട്ടച്ചാരോട് പറഞ്ഞ ഒരു ബുക്കും പേനയും വാങ്ങിച്ചുകൊണ്ട് പോവാ, എനിക്ക് എഴുതി പരിശീലിക്കണമെന്ന് പറഞ്ഞു. കാരണം വലത് കൈ നഷ്ടമായി, അടുത്ത ആയുധം ഇതാണ്. അങ്ങനെ ചേട്ടൻ ബുക്കും പേനയും കൊണ്ടുവന്ന് ഞാൻ കായ്ക്ക് എഴുതി, ABCD എഴുതി, ഗണപതിയെ വരച്ച്. ഗണപതിയൊക്കെ വരയ്ക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ വറവറാന്നായിരിക്കുന്ന ആ തുടരെ ഞാൻ ഇങ്ങനെ പരിശീലിച്ചുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ ആഹാരം കഴിക്കുന്ന പോലെ തന്നെ ഈ പ്രാക്ടീസും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മൾ നിത്യേന ആഹാരം കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ വരയും കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകവേ ഈ പറയുന്ന പോലെ പിന്നെ വരുമാനമാർഗ്ഗം കണ്ടെത്തണം. അങ്ങനെ ഞാനൊരു കടയൊക്കെ ഇട്ടു, ഒരു ഫാൻസി കട. കുറച്ച് സുഹൃത്തുക്കളും പ്രവാസി സുഹൃത്തുക്കളും നാട്ടുകാരും പിന്നെ എല്ലാവരും കൂടെ സഹായിച്ച് ഒരു കടയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഈ കോവിഡ് കാലഘട്ടം വന്നപ്പം പൂട്ടിപ്പോയി. അപ്പോൾ പിന്നെ വീണ്ടും വരുമാനമാർഗ്ഗം കണ്ടെത്തണം. കോവിഡ് കാലഘട്ടത്തിൽ കട പൂട്ടിപ്പോയി. അങ്ങനെ ഞാൻ ഈ പറയുന്ന പോലെ വീണ്ടും കാര്യമായിട്ടെടുത്ത് അങ്ങനെ ക്യാൻവാസുകളിൽ വരച്ച് അങ്ങനെയാണ് ഈ പറയുന്ന പോലെ MA യൂസഫ് മുഖ്യമന്ത്രിക്ക് പടം വരച്ചു കൊടുത്തായിരുന്നു, ആരോഗ്യമന്ത്രിക്ക്, പിന്നെ ജയശങ്കർ, പിന്നെ അങ്ങനെ പലർക്കും കൊടുത്തിട്ടുണ്ട് പടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ MA യൂസഫ് സാറിൻ്റെ പടം വരയ്ക്കാൻ ഭാഗ്യം കിട്ടുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. കേരളത്തിന് അദ്ദേഹം ചേർത്ത് തീർന്നൊരു പടം വരച്ചു. ആ ചിത്രം വൈറലായി, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. എന്നെ കൊച്ചിയിലേക്ക് വിളിപ്പിച്ച് കൊച്ചി ഞങ്ങളെ കണ്ട് എന്നെ അടുത്ത് ചേർത്തൊക്കെ നിർത്തി. വലിയ സ്നേഹമായിരുന്നു. എനിക്കും മനസ്സങ്ങ് വല്ലാതെ നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ എനിക്ക് വീട് വെക്കാനൊക്കെ പൈസ തന്നു. അങ്ങനെ ഇമ്പോ എന്ന് പറയുന്നൊരു വീട് വെച്ചു. യൂസഫ് അലി സാറിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിന് മുമ്പേ ഒരു വീടിൻ്റെ അത്രയും ഭാഗമാകാൻ വേണ്ടി വേറെ കുറച്ച് പേരും കൂടെ സഹായിച്ചായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സജി എന്ന് പറയുന്ന അണ്ണന് 5 സെൻറ്റ് സ്ഥലം നിന്ന് അവിടെ. ഇപ്പോൾ ഈ എവിടെ ഏത് ചുമര് ഇല്ലെങ്കിൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും കുറച്ച് പെയിൻറ്റ് തന്നു കഴിഞ്ഞാൽ മനോഹരമായി വരയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതുണ്ടല്ലേ? ഉറപ്പായിട്ടും ഏത് ചുമര് കിട്ടിയാലും വരയ്ക്കാം. കാരണം ഞാൻ വരയ്ക്കുന്നത് എപ്പോഴും ഞാൻ എൻ്റെ പഠനവും കൂടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മൾ പിന്നെ എൻ്റെ മാക്സിമം ഞാൻ കൊടുത്ത് വരയ്ക്കാറുണ്ട്. ഇപ്പം വലത് കൈ വെച്ച് ഇപ്പം ഈ 2 കൈയുള്ളവർക്ക് ഇപ്പോൾ ഒരു കൈ വെച്ച് ഒരു തടിയുടെ റൂള് വെച്ച് അല്ലെങ്കിൽ സ്കെയിലോ വെച്ച് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്തിട്ട് അത് ഇങ്ങനെ കറക്റ്റ് വരച്ചെടുക്കാം. എനിക്ക് അത് പറ്റത്തില്ല. എനിക്ക് ഒറ്റ കൈ വെച്ച് പറ്റും. പിന്നെ ഈ നിങ്ങൾ കണ്ടു കാണും ഈ പെയിൻറ്റിൻ്റെ അടപ്പൊക്കെ തുറക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം ഒറ്റ പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പോരായ്മകളുണ്ട്. പക്ഷേ ഞാനതിനെല്ലാം പരിശീലിച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഉഷാറാക്കുമല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഞാൻ ഇപ്പം ആൾക്കാരിപ്പം ധാരാളം വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചിത്രങ്ങൾ വരയ്ക്കുന്ന ഇപ്പോൾ ഇവിടെ തന്നെ ഈ പിന്നെ 1 മാസമായി തുടങ്ങിയിട്ട്. പക്ഷേ അതിൽ പകുതി ദിവസത്തിൽ പുറത്ത് മഴയായിരുന്നു. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ അതിജീവിച്ച് ഇന്ന് വരച്ച് മനോഹരമായിട്ട് തന്നെ വരയ്ക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ കുറച്ച് വർക്കുകൾ കിട്ടുകയും ചാനലുകളിലൊക്കെ വന്ന് അങ്ങനെ വർക്കുകൾ കിട്ടുകയും. അപ്പോൾ എന്തായാലും തന്നെ തോറ്റു കൊടുക്കാൻ ഉദ്ദേശമില്ല. തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ ഒരു നല്ലൊരു ചിത്രകാരൻ എന്ന രീതിയിൽ അറിയപ്പെടണം. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, നല്ല പിന്നെ ഇച്ചിരി കവിതയൊക്കെ എഴുതി നസ്കതയൊക്കെ ഉണ്ടായിട്ട് ഇച്ചിരി ഭാവനകളുണ്ട്. ആ ഭാവനകളിൽ
മാക്സിമം നല്ല ചിത്രങ്ങൾ വരയ്ക്കണം, അത് വിറ്റ് നല്ല വിപണിയിൽ വിൽക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിനൊക്കെ നല്ല ചിലവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം തൽക്കാലം ഇങ്ങനെ പോയി തുടങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ മാർഗ്ഗം കണ്ടെത്താമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പം കാരണം അതിനൊക്കെ ക്യാൻവാസും കാര്യങ്ങളൊക്കെ നല്ല ചിലവാകും. അപ്പോൾ എനിക്ക് ആർട്ട് ഗാലറിയൊക്കെ തുടങ്ങണം ആഗ്രഹമുണ്ട്. പക്ഷേ തൽക്കാലം ഇത് നമുക്കൊരു വരുമാന മാർഗ്ഗമായി കണ്ടെത്തി നമുക്ക് പതിയെ കുറച്ച് വർഷങ്ങൾക്കകത്ത് അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ക്യാമറമാൻ അനന്തു ബി നായർക്കൊപ്പം AV ജയശങ്കർ, 24 കൊട്ടാരക്കര.